ഗംഭീര ഹാസ്യ പ്രകടനവുമായി വേദിയിലേക്ക് എത്തുന്നു ടീം റോയൽ ചലഞ്ചേഴ്സ്. നിന്റെ അടുത്ത് ഇപ്പോഴാണ് ഡാൻസ് കളിക്കാൻ പറഞ്ഞത്. ആ ചെറുക്കം വരുമ്പോഴല്ലേ അവൻ ആനയിച്ചോണ്ട് വരാൻ പറഞ്ഞത്. എന്തോന്ന് വിളിക്കാം അങ്ങോട്ട് പോയി കളിക്കാം. ഇവിടെ ഇത്രയും കളർഫുൾ നീ എന്തിനാ ഇങ്ങനെ വന്നിരിക്കുന്നത്? നീ എന്തിനാ പോടുന്നത്? അതാ വേറെ കേസുണ്ട്. പണ്ടത്തെ കല്യാണം എന്ന് പറഞ്ഞാ ചെറുക്കം വരും, താലി കെട്ടും, ഊണ് കഴിക്കും, അങ്ങ് പോകും. അതെ. പക്ഷെ ഇപ്പോഴത്തെ കല്യാണം അങ്ങനെയല്ല. അല്ല, പെണ്ണിറങ്ങിയ ഡാൻസ്, ചെറുക്കം വന്നാ ഡാൻസ്, താലി കെട്ടിയ ഡാൻസ്. ഇപ്പോഴത്തെ 100 പിള്ളേരൊക്കെ. അതിന് നിനക്ക് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. നിന്റെ പാചകമല്ലേ? പാചകം എന്തായാലും സാമ്പിൾ ഉണ്ടോന്നല്ലേ ഒഴി നിന്റെ പാചകം നോക്കട്ടെ. ഒഴിയടാ, ഞാനാണ് കല്യാണം നോക്കുന്ന ഒഴിയടാ. അയ്യോ, നിന്റെ രസം സൂപ്പർ ആയിട്ടുണ്ട്. ഇത് രസമല്ല, പാത്രം കഴിയോ വെള്ളമുണ്ട്. എന്തരാവട്ടെ. നിന്റെ ഈ പാചകം ഞാൻ മറ്റേ നമ്മുടെ ശാസ്ത്രിയുടെ വീട്ടില് 2000 പേർക്ക് പാചകം നീയല്ലേ ചെയ്തത്? നല്ല അഭിപ്രായം, ഭയങ്കര അഭിപ്രായം. പിന്നെ അവിടുത്തെ അടപ്രഥമനാണ് ഏറ്റവും അത് ശരി, കറക്റ്റാ. അടപ്രഥമൻ, ജവന്റെ അടപ്രഥമൻ കിടുക്കായിരുന്നു. ആൾക്കാർ കഴിച്ച എല്ലാരും പറഞ്ഞ അങ്ങനെയാണ്. ഈ അടപ്രഥമനെ കുറിച്ചല്ല പറഞ്ഞു, ഈ അടപ്രഥമൻ അടങ്ങാത്ത പ്രഥമനാണെന്ന്. ഇനി അങ്ങനെയുള്ള പാചകമൊന്നും എനിക്ക് വേണ്ട. പിന്നെ നമ്മുടെ നാട്ടിൽ അറിയാല്ല, തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ ആയാലും നല്ല പച്ചക്കറിയൊന്നും അല്ല കിട്ടുന്നത്. എല്ലാം മായം ചേർന്ന സംഭവങ്ങളാണ്. പച്ചക്കറിക്ക് മായം, ഇറച്ചിക്ക് മായം, പഞ്ചസാരക്ക് മായം, ശർക്കരയ്ക്ക് മായം. ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി വാരി ഇതോട്ടിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താ പോരെ. അപ്പൊ ഈ മഞ്ഞപ്പൊടിയുടെ മായം എങ്ങനെ മാറ്റൂടെ? നിന്റെ പാചകമൊക്കെ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ട്. എടാ, ഈ കല്യാണം നടന്നായിരുന്നറിയാമോ? ഇല്ല. ചെറുക്കന്റെ അമ്മാവനാണ്. ആ പുള്ളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, ബെടാ പാർട്ടിയാണ് പുള്ളി. ശൂലോ എന്ന് പറഞ്ഞാൽ കോലോ എന്ന് കേൾക്കുന്ന മോനാണ്. അതെന്താ അങ്ങനെ? ചെവി കേൾക്കത്തില്ല, പൊട്ടനാ. അപ്പൊ വെടിവെച്ചാ പോകാ. കളിയാക്കണ്ട. എടാ, പുള്ളിയാണ് നിനക്ക് ഈ ശമ്പളം തരുന്നായിരുന്നു അറിയാമോ? പുള്ളിയാണ്. പാചകം നന്നായിരിക്കണം. ഓക്കെ, അതെ. പെണ്ണിറങ്ങിയാണെന്ന് നോക്കിയാലോ? എടാ മണ്ട, പെണ്ണിറങ്ങിയോ നോക്കാൻ ഞങ്ങൾ ബന്ധുക്കളെല്ലാം അവിടെ ഉണ്ട്. അത് മാത്രമല്ല, മുഹൂർത്തത്തിന് സമയമായിട്ടില്ല. പെണ്ണ് ആരുടെങ്കിലും പോയോ ഇല്ലയോ നോക്കണ്ടേ? ഇപ്പോഴത്തെ കാലം അതാണ്. എടാ നിതീഷ, നിന്നോട് ഞാൻ പറഞ്ഞ് എനിക്കാണെങ്കിൽ ചെവി തല കേൾക്കാൻ വയ്യ. കല്യാണത്തിന്റെ എൻ്റെ ആ കാലത്ത് ഓടി എൻ്റെ ഊപ്പടഞ്ഞ് വന്നിരിക്കുകയാണ്. അവിടെ പോയി അവിടെ പാട്ട്, ഡാൻസ്, മണ്ഡപത്തിലെ പാട്ട് വേണ്ട. வாழை மீனுக்க விலங்கு மீனுக்க கல்யாணம், அந்த தென்னா குனி கூட்டமெல்லாம் ஊர்வலம், அந்த நடுக்கடலில் நடக்குதையா திருமணம். ഇതൊരു കല്യാണ വീടല്ലേ? ഒരു പാട്ടും കൂത്തുമൊക്കെ ഇപ്പോഴാണോടാ പാട്ടിടാൻ പറയുന്നത്? ഇത് കൊള്ളാം. നിന്റെ അമ്മയുടെ മിക്കാൻ കമ്മലും അല്ലേ? അടിപൊളി പാട്ട്. ഈ കല്യാണത്തിന്റെ കാര്യമല്ല, നിന്നെ അല്ലേ ഞാൻ ഏൽപ്പിച്ചത്. എന്റെ അമ്മാവ എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായിട്ട് നടത്തുന്നുണ്ടല്ലോ. നീ ഇവിടെ മംഗളം വായിച്ചോണ്ടിരിക്കും. ഇല്ല, ഞാൻ മുത്തച്ചപ്പി വായിച്ചോണ്ടിരിക്കുക. മുത്തച്ഛന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ബാക്കിയുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യും. അമ്മാവ എല്ലാ കാര്യം ഇവിടെ ഓക്കെയാണ്. 3 കൂട്ടം പായസം, കുത്തരച്ചോറിന്റെ അരി, 16 കൂട്ടം കറി. 16 ഇനത്തിലോ ആണാ നിങ്ങളാ കുഞ്ഞമ്മേടെ 16 ഇനത്തിലല്ലേ നമ്മൾ പോയത്? എന്റെ അമ്മാവ, ഈ സാധനം എന്തിനാണ് കൊണ്ട് നടക്കുന്നത്? ഇത് ഇയർഫോൺ എന്റെ മോൻ അമേരിക്കയിൽ നിന്ന് കൊണ്ട് തന്നതാ. ഇതിങ്ങനെ വെച്ചാലുണ്ടല്ലോ, ഒരു മുട്ടൂതി താഴെ വീണാ മതി, എന്നിവിടെ അടിക്കും. അത്ര പവറാ. എത്ര അതിന്റെ വില? സമയം 10 മിനിറ്റ്. ആരോട് പറയാ? കല്യാണം കഴിഞ്ഞിട്ട് പോയാ പോരെ? അതല്ല, ഫോണ്. എടാ സന്തോഷേ, എടാ നീ കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുപോയെന്ന് ശരിയാക്കി തരണം. എന്ത് പറ്റി? എടാ ഇതിന് ശബ്ദമില്ലെന്ന്. കട്ടാവോ? ഹലോ 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 ഹലോ, ഇവന്മാരെല്ലാം പൊട്ടന്മാരാണോടാ? ആരാണ്ട് വിളിച്ചു? ഹലോ ഹലോ, ആരാ? മണവാളനല്ലേ? ഞാൻ കല്യാണം കഴിച്ച് 5-6 വർഷമായി. അയ്യോ അതല്ല, ഞാൻ മണവാളനല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. നീ ചന്ദ്രനാടാ? അതെ. എടാ കല്യാണ ചെറുക്കാൻ പെട്ടെന്ന് വാടാ, മുഹൂർത്തത്തിന് സമയമായിടാ. ഈ മണ്ഡപം എവിടെയാ? ഇപ്പോഴാണ് നീ മണ്ഡപം അന്വേഷിക്കുന്നത്. ശരി, ഇപ്പൊ എവിടെ എത്തി? ഞാനിപ്പോ പള്ളിമുക്കി നിൽക്കുക. പള്ളിമുക്കി ഒരു കാര്യം ചെയ്യും. പള്ളിമുക്കിൽ നിന്ന് വലത്തോട്ട് വരണം. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ഒരു ഇറക്കമുണ്ട്. ഇറക്കത്തിൽ നേരെ നോക്കുമ്പം ഒരു പള്ളിയുണ്ട്. ആ പള്ളി നിനക്കറിയാമോ? പള്ളി എനിക്കറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, നീ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയണം. എന്നിട്ട് വലത്തോട്ട് പോകണം. നേരെ വന്ന് ഒരു അമ്പലമണിയാണ്. ആ അമ്പലം അറിയാമോ? അമ്പലം അറിയില്ലല്ലോ. ആരടാ അവൻ? അപ്പൊ വേറെ കാര്യം ചെയ്യാം, നിനക്ക് അറിയാമോ എന്ന് അറിഞ്ഞൂടാ.
അവിടെ ഒരു കള്ളിഷാപ്പുണ്ട്, അതറിയാമോ? അറിയാൻ സാധ്യതയില്ല. ജാനകി ചേച്ചിയുടെ കള്ളിഷാപ്പാണോ? അവിടെ ഞാനും എന്റെ കൂട്ടുകാരന്മാരോട്ടൊക്കെ വന്ന് നല്ല മൂത്ത കള്ളൊക്കെ കുടിച്ച് വാളൊക്കെ വെച്ച് അവിടെയാണോ മണ്ഡപം? അവിടെ അല്ല, അതിന്റെ പുറകിലാണ് മണ്ഡപം. ഇങ്ങ് പോരാ. ശരി. തോൽവിയാന്നല്ലോടാ അവൻ. അമ്മാവ ചെറുക്കനാ. എടാ സന്തോഷേ, ഓ നമ്മുടെ നാദസ്വരക്കാരൊക്കെ എന്തിയാടാ? അമ്മാവ നാസുറക്കാരെ വിളിച്ചാൽ വരൂല. അവരൊക്കെ തഞ്ചാവൂരിന്നാണ് വരുന്നത്. തഞ്ചാവൂര്. കല്യാണ വീട്ടിലാണോടാ ഇരുന്ന് കഞ്ചാവ് വലിക്കുന്നത്? പാനപാത്രം തിരിച്ചെടുക്കേണമേ. എന്തുവാടാ കിടന്ന് കോഷ്ടി കാണിക്കുന്നേ? സന്തോഷം ഇങ്ങനെ വന്നേ. ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. എന്താ? നീ അത്യാവശ്യമായിട്ട് ഒരു ഡോക്ടറെ പോയി കാണണം. എന്താ? ഞാൻ പറയുന്ന ഒന്നും അല്ല നീ കേൾക്കുന്നേ. നിന്റെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഞാനിപ്പോ ഡോക്ടറെ പോയി കാണണോ? നാളെ പോയി കാണിക്കാം. ഉടനെ ഇപ്പഴങ്ങ് പോകാൻ നിന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നാളെ അങ്ങ് പോയാ പോലെ. എന്റെ അമ്മാവ എന്നെ ഒന്ന് വെറുതെ വിടൂ പ്ലീസ്. എന്റെ സന്തോഷം, നിനക്ക് പിള്ളേരുണ്ടാകാത്തതിന് ഡോക്ടറെ കാണണമെന്നല്ല ഞാൻ പറഞ്ഞത്. ചെവി കേൾക്കാത്തതിന് ഡോക്ടറെ പോയി കാണണമെന്നാ ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നമ്മാവ, ഞാൻ ഉണ്ടേച്ചു അങ്ങ് പൊക്കോളാം. നീ കുണ്ടയാണോ? ഞാൻ അതിലും വലിയ കുണ്ടയാടാ. ഞാൻ വിറപ്പിച്ചോണ്ടിരുന്ന അറിയാമോ? ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ കിച്ചടി. അടിപൊളി. ഇത്രയും നേരം ഞാൻ ഇത് എന്താണെന്ന് അറിയാതെ ഞാൻ ആലോചിച്ചു നടക്കായിരുന്നു. കിച്ചടി സൂപ്പർ. അപ്പാവോ, മുഹൂർത്ത സമയമാകുമ്പോ എന്നോടൊന്ന് പറയണേ. ഞാൻ മൂത്രം ഒഴിക്കാൻ പോകുമ്പോ നിന്നടത്തില്ല പറയുന്നത്. എന്തുവാടേ ഇത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചൂലോ എന്ന് പറഞ്ഞാൽ കോല നിൽക്കുന്ന അമ്മാവൻ പൊട്ടൻ ചെവിയാക്കത്തില്ല. ദേഹമാണോ? എന്താ അമ്മാവൻ എന്റെ കൈ? അമ്മോ, ഞാൻ പാചകക്കാരൻ. നീ എന്തിനാടാ ഇവനോട് സംസാരിക്കുന്നേ? എടാ അവന് ചെവി കേൾക്കാൻ പാടില്ലെന്ന്. നിനക്ക് എന്തായാലും പറയാനുണ്ടോ? നീ ഇങ്ങോട്ട് അങ്ങോട്ട് പറ. അല്ല എനിക്കാ, നിനക്കാണ് ചെവിയാക്കാൻ വയ്യാത്തത്. പുള്ളിക്കാരൻ ചെവിക്കൂടാതെ. പുള്ളി നല്ല രീതിയിൽ സംസാരിക്കണല്ലോ. അവനിങ്ങനെ ആംഗ്യം കാണിക്കത്തേ ഉള്ളൂ. ഇങ്ങോട്ട് വാ. ചെന്ന് കയറി കൊടുപ്പോ. അമ്മാവോ, കൊല എവിടെ ഇരിക്കുന്ന? കൊല ഇപ്പൊ പറഞ്ഞു കേട്ടോ. കൊല എവിടെ ഇരിക്കുന്നത്? കൊല? എടാ അത് എന്നോട് ചോദിച്ചാ പോരെ, ഇവനോട് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എടാ പുള്ളിക്ക് ചെവിയാക്കാം, നിനക്കവിടെ പൊട്ടാൻ. ഹലോ, കൊല എവിടെയാ? അവിടാണോ? ഓക്കെ ശരി ഓക്കെ. എടാ സന്തോഷേ, കൊല നടന്നത് മാമൂട്ട് പാലത്തിന് അടിയില്ല. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലോട്ടാ വിളിച്ചു ചോദിച്ചത്. ചത്തിട്ട് 5 ദിവസമായി. ആണോ? ജഡപ്പോ ചീഞ്ഞു കാണും. പിന്നെ എടാ ഈ ചീഞ്ഞ ജഡ ഇവനെന്തിനാ? തേങ്ങാക്കൊല ഉണ്ടാക്കാൻ. നേരത്തെ പറഞ്ഞാ പോരെ, വാഴക്കൊല വേണ്ട, സ്രാവിനടി എനിക്ക് കേട്ടോണ്ട് പോ. പുള്ളിയോട് ഞാൻ ചേനയുടെ കാര്യം എങ്ങനെയാ ചോദിക്കുന്നത്? ഞാനേ പൊട്ടെ അങ്ങോട്ട് ചോദിക്കും. ചേന എവിടെ ഇരിക്കുന്ന? ചേന പേനയല്ലേ? ഒരു പേന പറ, അവന് കണക്കെഴുതാൻ. പേനയല്ല, ചേന. കല്യാണ വീട്ടിൽ ആരെങ്കിലും ആരെ കൊണ്ടിട്ട് പോണാ? ഈ ആൾക്കാരെല്ലാം ഓടിച്ചിട്ട് കുത്തിക്കൊല്ലത്തിട്ട്. അമ്മാവാ, ചേന. ഓ ചേന, അങ്ങനെ പറയണ്ടേ? അതെങ്ങനെ മനസ്സിലായി? പുള്ളിക്ക് ലിപ്പ് പിടിക്കും. അമ്മാവോ, 50 കിലോ ചേന മേടിച്ചായിരുന്നു. അതിൽ 15 കിലോ മിച്ചം വന്നു. ബാക്കി എന്തോ ചെയ്തിട്ട് വെട്ടിയരിഞ്ഞ് പായസത്തിലിടും. പായസം കുടിക്കുന്നവരെ തൊണ്ട ചൊറിയത്തില്ലേ? പിന്നെ ഈ കല്യാണം നടത്തുന്ന എനിക്ക് ചൊറിയുന്നില്ല, പിന്നെ നിനക്ക് എത്ര ചൊറിച്ചില്ലേ? വെട്ടിപ്പെടുന്ന പാലത്തിനടി കൊണ്ടുപോയടാ. എടാ നീ ആരോടത്തായി സംസാരിച്ചത്? നീ ആരെ കുറിച്ചാണ് സംസാരിച്ചത്? ഈ അമ്മാവൻ ആരെന്നറിയാമോടാ? ഞങ്ങളെ പൊന്നമ്മാവനാണ്. ഞങ്ങളെ കൊച്ചിനെ കെട്ടിച്ച് ഇവിടെ മനസ്സിലാക്കിച്ച അമ്മാവൻ പൊട്ടനായിരിക്കും. ഇവിടെ ഞങ്ങൾ അദ്ദേഹത്തൊന്നും പറയില്ല. ചിപ്പൊന്നും വാക്ക് പറഞ്ഞിട്ടില്ല. കേട്ടാ, പാചകക്കാരന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പാചകക്കാരന്റെ കാര്യം മാത്രം നോക്കാം. മണ്ഡപത്തേക്കാണ് നിലവിളക്ക് വേണമല്ലോ. അത് അമ്മാവനും മരുവനും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയാ മതി. എടാ ഞങ്ങളെ അയലൊക്കെ തറവാട്ടുകാരെ ആരുടെ മുമ്പിൽ തന്നിട്ടില്ല. എനിക്കറിയാം ഈ മണ്ഡപത്തിലൊരു നിലവിളക്ക് വെക്കാൻ. അമ്മാവോ ഇവനെ ഒരു നിലവിളക്ക് തരാന്ന് പറഞ്ഞായിരുന്നു. ഇവൻ തരത്തില്ല. നമുക്കൊരു നിലവിളക്ക് വേണം. നമ്മുടെ മാമന്റെ വീട്ടിലെ, നിങ്ങളെ മാമന്റെ വീട്ടിൽ നിലവിളക്ക് ഇരിപ്പുണ്ട് കട്ടിലിനടിയില്. അതിങ്ങ് എത്തിക്കാൻ പറയണം. വയസ്സായോണ്ട ചെറിയ ഒരു ഇത് പറഞ്ഞാ മനസ്സില. അമ്മാവാ, മാമന്റെ വീട്ടിലെ കട്ടിലിനടിയില് ഒരു നിലവിളക്കിരിപ്പുണ്ട്. അതിങ്ങെത്തിക്കണം. നിലവിളക്ക് എന്തിനാണ് ഇപ്പൊ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത്? ഈ പന്നപ്പട്ടി വെട്ടിപ്പളന്ന പാലത്തടി കൊണ്ട് വേണം. ഇതെന്താ കാലാ നേരത്തെ ഞാൻ പറഞ്ഞത്? എടാ സന്തോഷേ, ഇതൊക്കെ നമ്മുടെ മണ്ഡപത്തിൽ ഒരു നിലവിളക്കൊക്കെ വെക്കണ്ടായോ? അമ്മാവാ, ഒരു നിലവിളക്ക് മാത്രമല്ല, ഒരു നിലവിളക്കും ഒരു പട്ടും ചന്ദനത്തിരിയും നിന്റെ നെഞ്ചത്ത് വെച്ച് ഞാൻ കത്തിച്ചില്ലെങ്കിൽ
എന്റെ പേര് നിന്റെ പട്ടി കൊണ്ടുവരാ തെണ്ടി. ഉത്തരവാദിത്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇതുകൊണ്ട് എല്ലാ കാര്യം നിന്നെ തന്നെ ഞാൻ അല്ല ഏൽപ്പിച്ചത്. അമ്മാവ, ചെറുക്കനെ സ്വീകരിക്കാൻ സമയമായില്ലേ? ഈ ചെറുക്കനെ ആര് അയ്യോ ചെറുക്കൻ വന്നല്ലേ, ചെറുക്കൻ ചേർന്ന് ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ രണ്ടുപേരല്ലേ എത്ര കല്യാണത്തിന് വിളിക്കാതെ പോയിരിക്കുന്നത്. എടാ, എന്റെ കല്യാണത്തിനാണ് വിളിക്കാതെ വന്നാ. നിന്റെ കല്യാണമായിരുന്നു, ഓ ഞാൻ അറിഞ്ഞില്ല. അല്ലേ കാക്കര പറമ്പ് നമ്മളെ കെട്ടിയിട്ട് ഓർമ്മയുണ്ട്. നീ ഒന്ന് പെതുക്കെ പറ. അടിയങ്ങനെ ഊരി പോന്നു. നീ എങ്ങനെ ഊരിയ? ഞാൻ അടിച്ചതൊക്കെ ഊരി പോന്ന്. ഞാൻ അവിടെ കടന്ന് ലേലു അല്ലു അഴിച്ചു വിട് എന്ന് പറഞ്ഞ് മടുത്ത്. ഓ, ഭാഗ്യം ആ നേരമില്ലായിരുന്നെങ്കിൽ അത് തെണ്ടിപ്പോയേരെ. ആ ഉണ്ടയും വെച്ചിട്ടേ പോവാവൂ. ഉണ്ടിട്ടേ പോവാവൂ. പിന്നെ നമ്മളെ ആകെയുള്ളൊരു പെങ്ങളുടെ കല്യാണമാണ്. നമ്മളെ ബന്ധുക്കളെല്ലാം വന്നിരിപ്പുണ്ട്. എന്റെ മാമനില്ലടാ, നിന്റെ ഔട്ട് പോകുന്ന പാട് പറക്കാൻ മാമനില്ലടാ. മാമൻ കെട്ടാൻ പോകുന്നത് നമ്മളെ പെണ്ണിന്റെ അടുത്ത കൂട്ടുകാരിയാണ് അശ്വതി. കല്യാണത്തിന് വിളിച്ച് ഫാമിലിയായിട്ട് 8 വന്ന് 99 വന്നിട്ടുണ്ട്. ആരാ വിളിച്ചത്? ഞങ്ങളെ പെണ്ണിന്റെ എന്റെ 10 കല്യാണം മുടക്കിയതാണിത്. എന്റെ 10 കല്യാണം വന്നിരിക്കുകയാണല്ലേ. ഒരു കാര്യം ചെയ്യും സന്തോഷേ, നീ അവിടെ ഇവിടെയൊക്കെ പരിചയപ്പെടുത്തി. ഞാനാണ് പെരിച്ചാഴിയാണ്. ഇതാണ് ഞങ്ങളുടെ ഇവിടത്തെ ലോകതോൽവി അമ്മാവൻ. അമ്മാവ, അവർക്കുള്ള വെള്ളമൊക്കെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം കളിക്കോ? ആര് കളിക്കി? നമ്മളെ പാചകക്കാരനെ പറയും ശാന്ത കളിക്കല്ലോ. അവർക്ക് കലക്കാരൊക്കെ അറിയാമോ? കളിക്കാൻ അറിയാമോന്ന് ഈ പഞ്ചായത്തിലെ 10-20 കുടുംബം കളിക്കിയ ടീമാണത്. പെണ്ണിനെ സ്വീകരിക്കാൻ ഉള്ള പെണ്ണിനെ വിളി മക്കളെ. നാളെ വല്ല ഉണ്ടേ പറയണം. എനിക്കറിയില്ല, എനിക്കറിയാം. ചെറുത് അളിയാ, കുറച്ച് കഴിച്ചാൽ അല്പം ധൈര്യം കിട്ടും. കുറച്ച് കഴിച്ചാൽ പിന്നെ കുഴപ്പമില്ല, കഴിക്കാം. കുറച്ച് കട്ടനായും കൊണ്ടോ തൊണ്ട കടി. പിന്നെ മുഹൂർത്തം സമയം ഇനിയുണ്ട്. പെണ്ണിനായിട്ടൊക്കെ സംസാരിച്ചിരിക്കാം. നാണമേ അമ്മാവോ, ചെറുക്കന് നാണം. ചെറുക്കന് പോടാന്നോ? കല്യാണം കഴിഞ്ഞിട്ട് പോയാ എന്ന് പറ. എടാ ടോറാ പൂജി, അളിയാ സമയമുണ്ട്, സംസാരിച്ചു. അത് ആദ്യ രാത്രിയിൽ സംസാരിക്കാൻ. ആദ്യ രാത്രി നീ കുറെ സംസാരിച്ച്, അതിന് സമയം കിട്ടൂല അളിയാ. ഒരു കാര്യം ചെയ്യ്, പേരെങ്കിലും ചോദിച്ചങ്ങ് ചുമ്മാ മിങ്കിളിങ് അവിടെ ഇറക്കാം. ചോദിക്കട്ടാ? ചോദിക്കും. ചോദി. അതെ പെണ്ണേ. ഞാനല്ലാതാണ് പെണ്ണ്. അതെ, എന്താ പേര്? എന്റെ പേര് തങ്കോമി. അന്നത്തെ പേര് അവനെ കണ്ടപ്പോഴേ അവന് പേ പിടിച്ച് ചന്ദ്ര കേറി വാടാ, കെട്ടിട്ട് പോടാ. അടാ നീ കെട്ടാൻ പോണ പെണ്ണ. ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ല, ഇവളല്ല, അപ്പുറത്തേക്ക് നീ എന്ന് പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഇവളിവിടെ ഇല്ലായിരുന്നു. എവിടെ പോയി? ഇവള് ടൂറ് പോയേക്കുമായിരുന്നു. ആരോടാ? ആരുടെ കൂടെ ആണേലും പോയാ പോരെ. നീ വരുമ്പോ ആരെയും ഒന്ന് കാണിക്കണ്ടേ? അതിനാ ഇവിടെ ചേർത്തി അവളെ കാണിച്ചത്. എനിക്ക് അവളെ മതി. സന്തോഷേ, എന്തുവാണ് അവൻ പറയുന്നത്? ഇവളെ മാത്രം പോരാ, ഇവളെ വേണോ? രണ്ടുപേരെയും കൂടെ വേണമെന്നോ? ഓടാ പറ്റി. ഇവളെ കല്യാണം കഴിഞ്ഞ് ഞാനാണ് കെട്ടിയത്. 2 പിള്ളേരുണ്ടോ? എനിക്ക് ഇവളെ മതി. ഇനിയിപ്പോ എന്താ ഇവിടെ ഇത്? എനിക്ക് പെണ്ണിനെ വേണ്ട. എന്റെ അണ്ണനെ ഞാൻ തന്നെ വിളിച്ചു. ബാക്കി എല്ലാരും അണ്ണാ how many times சொன்ன பண்ணு டூ பண்ணு த்ரீ பண்ணு கோஸ் അണ്ണാ തമിഴ് നല്ല ജോതിയാണല്ലേ.
ചേട്ടാ എന്നെ പിടിച്ചു. എനിക്ക് നിന്നെ കാണുമ്പം പേടിയാ പേടി. അണ്ണാ അണ്ണന്റെ വീട്ടിലെ നിലവിളക്കാണ് അണ്ണാ. ഈ നിലവിളക്കല്ല, എന്റെ വീട്ടിലെ പാട്ട വിളക്കാണ്. അണ്ണാ അണ്ണ എന്നെ കെട്ടിക്കഴിഞ്ഞാലേ എന്നെ ഊട്ടി കൊണ്ടുപോവോ കൊടൈക്കനാലിൽ കൊണ്ടുപോവോ? ഈ ചോദ്യം നല്ല ചോദ്യമാണ്. ഇങ്ങനെ തന്നെ നീ ചോദിക്കണം. നിന്നെ ഊട്ടിയിലല്ല, കൊടൈക്കനാലല്ല, മ്യൂസിയത്ത് കൊണ്ടിരുത്തണം നിന്നെ. കാഴ്ച പഞ്ചാബിൽ. അമ്മ 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 എന്നെ കെട്ടിയില്ലെങ്കിൽ ഈ വീട്ടിലെ കല്യാണത്തിന് വെച്ചുന്ന സത്യം മുഴുവൻ കുഴിച്ചു മൂടണം. സത്യമല്ല, നിന്നാണ് കെട്ടിവിടണത്. നിന്ന അളിയാടാ അളിയ വന്നതായി നിന്നതായി ഇരുന്നതായി കിടന്നതായി വന്ന് കെട്ടിട്ട് പോളെ നീ കേട്ടാ നല്ല പണ്ട വാടാ. ആ, അതെ ആ. കല്യാണം പൊളിഞ്ഞ സ്ഥിതിക്ക് ആ. എന്റെ കാശ് കിട്ടിയ ഞാൻ അങ്ങ് പോയനാ. നീ ആണ്ടാ മലയാളി. ഒരകത്തമ്മ തന്നെ വന്ന് വാഴോട്ടണം. നീ വാ, നീ വാ. നിനക്ക് പായത്ത് എത്താറുണ്ട്. 5000 രൂപ. നിനക്ക് ഞാൻ 25,000 രൂപ തരും. എന്തിന്? ആ തിരക്കിനെ വിളിച്ച് മണ്ഡപത്തിൽ കയറണം, എങ്ങനെ? വശീകരിക്കണം. ആര്? ഞാൻ അല്ല വശീകരിക്കണോ? നിന്റെ പെണ്ണുപിള്ള ശാന്ത. ആ, പട്ടി. അങ്ങനെ കൊണ്ട് എന്താ കാര്യം? നിന്റെ പെണ്ണുമ്പിള്ള കൊണ്ട് വശീകരിക്കടാ. അത് കൊള്ളാല്ലേ അമ്മാവാ? ഒരു 25,000 ഇറക്കാൻ പറ്റോ? 25,000 കിളവന്റെ വാങ്ങിക്കാം. നിനക്ക് വശീകരിക്കാൻ പറ്റോ? ഞാൻ റെഡി. എനിക്കറിയാം നീ റെഡി ആണെന്ന്. ഏയ് വശീകരണം 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 ചെല്ലേ. പതിക്കെ പോ. വാ മെല്ലെ വരിക വേണ്ടോ. വാ വാ അങ്ങനെ കൊണ്ടോ 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 അങ്ങനെ ആ ആ ആ ആ ആ മതി. എടി പച്ചത്തവളെ, നീ എന്താണ് ഇപ്പൊ കാണിച്ചത്? വശീകരണോ? ഇത് വശീകരണമല്ല, നശീകരണമാണ്. മിണ്ടിപ്പോല് കട്ടപ്പെട്ടാണ് എന്നെ പൊന്നു പെണ്ണ് അവരെവിടം വരെ എത്തിച്ചത്. ഇനി മിണ്ടിയ നിന്നെ ഞാൻ എലിപ്പ കൊച്ചു പിടിച്ചാ കേട്ടോ. മക്കളെ, നീ വശീകരണം കണ്ടിന്യൂ. ഇവിടെ കിടന്ന് കൂലും ബഹളം ഉണ്ടാക്കല്. ഇത് കൂവിയതല്ല, കുറവായിട്ടാണ്. കൊരവ് ഇങ്ങനെ ഇടാവോ? കല്യാണം എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് വാ, മക്കള് വന്ന് അനുഗ്രഹം മേടിച്ചോ. അനുഗ്രഹം എടാ, പാചകക്കാരാ, നീ എങ്ങോട്ടാ പോകുന്നത്? എന്നെ എല്ലാരും കൂടെ പിടിച്ച് കെട്ടിച്ചേ. അപ്പൊ അവനെന്തേ? അവൻ ഊണും കഴിച്ചിട്ട് വീട്ടിൽ പോയി. തള്ളിക്കൊണ്ട് വന്നാൽ 25,000 രൂപ കൊടുത്തൊരു തേങ്ങാ ചെണ്ടോ മിക്സി മേടിക്കാന്ന് വെച്ചാ ഇനിയിപ്പോ എവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം.